കടി ഇന്ന് കടി ഉറപ്പിച്ചല്ലേ? ഉറപ്പായിട്ടും വേറെ ആരും ഇതുവരെ ഔത്തിട്ടുമില്ല, എന്റെ അടുത്തോട്ട് പോലും പോയിട്ടില്ല. പോയവർക്കെല്ലാം കടി കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. കടി പ്രതീക്ഷ ഞാൻ കറക്റ്റാ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരാത്തതെന്നറിയാം. എനിക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാണാനും വയ്യാത്തോണ്ടായിരിക്കും കടി. കാരണം എനിക്ക് അനുഭവമാണ്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റൂല. പിന്നെ എനിക്ക് കടി പറ്റിയാലും പറ്റില്ല, കടിച്ചതിന് ശേഷവും പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടെൻഷൻ. പിന്നെ നമ്മൾ ദിവസങ്ങളോളം ഇവന് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരിക്കണം. അല്ല ഞാൻ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചായിരുന്നു, കടിച്ചാലും വിടില്ലാനുള്ള കാര്യം ഉറപ്പിച്ചായിരുന്നു. മറ്റേ കൈൻ്റെ ആ സീൻ കാണിച്ചേ, എല്ലാവരും കറക്റ്റ് കാണട്ടെ. അതായത് ഈ കൈ കാണുന്ന പാട് മൊത്തം അവൻ്റെ ആണ്. പിന്നെ കാലാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ഓ ഇവിടെ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റി. രണ്ട് പല്ലും കൂടെ അവിടെ ലോക്കായി, പ്ലെയറിന് വെക്കണാണ്. അതേപോലെ അപ്പോൾ നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര മയിലും അല്ലേ? മയിലും എന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡോഗ് ഏതായിരുന്നു? നാടൻ. എനിക്ക് ചലഞ്ച് വന്നതിന് ശേഷം നമ്മളെ കടിച്ചിട്ടുണ്ട്. എനിക്ക് ബൈറ്റ് കിട്ടി. ഈ കാണുന്ന പാടാ? ഇതുണ്ട്, ഈ കാണുന്ന പാട് കാലിലും കൂടെ ഉണ്ട്. ആണല്ലേ? അതെന്താ അങ്ങനെ? ഇത് ആരുടെ ഡോഗാ ശരിക്കും? ഇത് വീട്ടിലെ ഡോഗാണ്. നമ്മുടെ ഡോഗ് തന്നെയാ? നമ്മുടെ ഡോഗാണ്. ഇത് അച്ഛനും ഞാനും ആയിട്ടായിരുന്നു ഇണങ്ങിക്കൊണ്ടിരുന്നത്. വേറെ അമ്മ പോയില്ല, ചേട്ടൻ പോയില്ല, ആരും പോയില്ല. അഗ്രഷന്റെ ടോപ്പാണ്. ബൈറ്റ് എന്നൊക്കെ പറഞ്ഞ ലോക്ക് കടിയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അച്ഛൻ മാത്രം പോകും, ഞാൻ പോലും പോകില്ല. അച്ഛൻ എന്താ അടിച്ചോണ്ട് നോക്കൊക്കെ ഉണ്ടോ? അച്ഛൻ നോർമലി അകത്തോണ്ട് പോകും. പിന്നെ ഇത് പൊട്ടിച്ച നാട്ടുകാർക്ക് എത്രയും പേടി സ്വപ്നമാണ്. കേട്ടോ, നിങ്ങളൊക്കെ മുമ്പ് വരലുള്ള ആണോ? അല്ല, നിങ്ങൾക്ക് ഇവിടെ വരലാണോ? ഇവിടെ വരലുള്ള? അപ്പൊ ഇവരെ അഴിച്ചോണ്ട സമയത്ത് സമയത്തൊന്നും വരില്ല, അങ്ങനെ വിടാറില്ല. അകത്ത് വിട്ടാ പോകാം. അപ്പൊ ഇന്ന് എല്ലാരും എന്തോ പ്രതീക്ഷയിലോട്ടിരിക്കും. നല്ല പ്രതീക്ഷയാണ്. എല്ലാവരും പ്രതീക്ഷ 101% കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പ്. അപ്പൊ നമുക്ക് വലിയ സമയമൊന്നും വൈകുന്നില്ല. അവൻ എന്തായാലും അഗ്രഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ അല്ലേ? അഗ്രഷൻ കാണിക്കാം. ആണോ? എന്നാ ആരെങ്കിലും ഒരാളൊന്ന് പോയി ഒന്ന്. നിങ്ങൾ എങ്ങനെയുണ്ട്? ഗോകുലോട് എങ്ങനെയുണ്ട്? ഞാൻ തന്നെ ആരെങ്കിലും ഒന്നും ചെല്ലാവോ? അവിടെ കൂടെ ഉള്ളതാണെങ്കിലും അപ്പോഴേ ഞാനും കൂടുതൽ അവനെ ഡോഗിനെ ചടപ്പിക്കുന്നില്ല. കാരണം എന്താ സംഭവം എന്ന് വെച്ചാല് ഇതിന്റെ പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് കാണിച്ചു ചോദിച്ചേട്ടാ, ചുറ്റി കാണിച്ചെടുത്തായി. ഈ പറഞ്ഞ ഇത്രയും ആളുകളുള്ളതുകൊണ്ടേ, ഇത്ര ആൾക്കാർ മൊത്തം ടോട്ടൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് വേറെ നമ്മൾ ടിജോ കൂടെ ഇല്ല, വിഭീഷേട്ടനാണ് കൂടുതൽ. വിഭീഷേട്ടൻ എനിക്കൊന്ന് ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ സാംസങ്ങിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ സാധാരണ ഒരു 1 ടേക്കിലാണ് പോകുന്നത്. നമ്മൾ ഇൻട്രോ എടുത്ത് നേരെ അങ്ങ് പോരുവാണ്. പിന്നെ ഇവൻ അഗ്രഷൻ ലെവൽ പീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വലിയ കാര്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ്റെ പേരെന്തായിരുന്നു? ടോമി. നീ ഈ ടോമിന്റെ വേറെ കാര്യം ഉണ്ട് കേട്ടോ. ടോമിന്റെ നമ്മൾ ആ മുഖഭാവം കണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ കടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ ഒരു ജാക്കി എന്ന് പറഞ്ഞാൽ, ജാക്കി അല്ലേ? ജാക്കിന്റെ കടിയാണ്. ഈ 2 കയ്യിലും കിട്ടി. അതാണ് നമുക്ക് 6-7 മാസം മുമ്പ് കിട്ടിയത്. അത് ഇതേപോലത്തെ ഡോഗായിരുന്നു. കളറിൽ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ, ബാക്കി സ്വഭാവ രീതിയും മുഖഭാവം എല്ലാം ഒരേപോലെ കേട്ടോ. ജാക്കി, നീ ഭയങ്കര സഹിക്കാന്നും നീ ഭയങ്കര കടിക്കാരനാക്കാൻ നമ്മുടെ ഒരു ന്യൂസാണ് കേട്ടോ. ശരിയാണോ ജാക്കി? ടോമിയാണ്. ടോമി ബെൽറ്റൊക്കെ റെഡിയാണോ ടോമി? ബെൽറ്റൊക്കെ റെഡിയാണോ ടോമി ഉണ്ടോ? വന്നപ്പോ തന്നെ ആശാൻ ഭയങ്കര ടോമിയെ കേട്ടോ, കൈ കാണുന്ന ലക്ഷ്യം. എന്താണ് ടോമി? എന്താണ് നീ ഭയങ്കര സഹിക്കുവാന്ന് കേട്ടല്ലോ. ശരിയാണോ? ഭയങ്കര സഹിക്കുവാന്ന് കേട്ടോ. ശരിയാണോ? നമുക്ക് എല്ലാവരും പോയി കടിക്കണം കേട്ടോ. നമുക്ക് എല്ലാവരും പോയി കടിക്കണം. കേട്ടോ, കൈയാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ. കൈ എവിടെ കിട്ടിയാലും കടിക്കും അല്ലേ ടോമി? ടോമി, കൈ എവിടെ കിട്ടിയാൽ നീ കടിക്കുമോ? എന്താ എല്ലാത്തിനും പിടിച്ച് കടിക്കുക? നിനക്കെല്ലാം വേണോ ടോമിയെ? എന്നാ ഇത് പിടിച്ചോ. കൈ കടിക്കുന്നതിന് മുമ്പ് ഇത് കടിക്കും. ഇതും കൂടെ. ഈ സഹിക്കുവാന്നൊക്കെ എനിക്ക് അറിയാം കേട്ടോ. സുന്ദരനാണല്ലോ ടോമി. എന്താണ്? നമുക്ക് ഇവരെ എല്ലാത്തിനും പിടിക്കാം. നീ അച്ഛനെ കടിച്ചു, ചേച്ചിനെ കടിച്ചു, ചേട്ടനെ കടിച്ചു. അപ്പൊ ഈ കടി കഴിഞ്ഞിട്ട് അവൻ വിട്ടു പോകണം. എന്താ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ അഴിഞ്ഞു പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും അത് നമ്മളെ കടിച്ചിട്ട് അങ്ങ് പോകും.
ഉറപ്പായിട്ടും പോകും. ആ എന്നിട്ട് വിട്ടടിച്ച് പോയി പിന്നെ എങ്ങനെ പിടി കിട്ടും? തരൂല, ആണോ? പിടി തരൂല. പിന്നെ ലാസ്റ്റത്തെ സന്ദർഭത്തിൽ അച്ഛനാണ് കൊണ്ടുപോയത്. അച്ഛൻ പോയി ചാടിന് ഒറ്റ പോയി ചാടിന് ഫസ്റ്റ് ടൈമാണ് എന്റെ അടുത്ത് പോയത് എനിക്ക് കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ചങ്ങലക്ക് തൂക്കിയാണ് ലാസ്റ്റ് കെട്ട് കെട്ടിയത്. അതിനുശേഷം പൊട്ടിച്ചിട്ടില്ല. ഈ ചങ്ങലയിലെ സൈസ് തന്നെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ശരി ജാക്കി, നിന്നെപ്പറ്റി പറയാനേ നീ ഭയങ്കര കളിക്കാരനാണ്. ആ ടോമി, ഓ പേര് ജാക്കിന്റെ ടോമിന്റെ പേര് മാറിപ്പോവും. ഒരു ടോമി ഇടയ്ക്കിടയ്ക്ക് പേര് മാറിപ്പോവും. എന്താണ് നമുക്കൊന്ന് പോയാലോ? നമുക്ക് അരുവിക്കരോട്ടോ. ഇവിടെ അരുവിക്കര എത്ര ദൂരം ഉണ്ട്? നമുക്കൊന്ന് വണ്ടി കയറി പോവാം. ചേട്ടൻ്റെ ജീപ്പ് ഉണ്ട്, അതിൽ കയറി പോവാം. കേട്ടോ, എന്നാൽ അരുവിക്കര ഒന്ന് പോയിട്ട് വരണം. പറഞ്ഞോ കേട്ടോ നീ, കേട്ടോ നീ പറഞ്ഞേ. ഞാൻ അഴിക്കട്ടെ, എന്നാ മാറിക്ക്, അഴിക്കാം, മാറ്, പോവാം നമുക്ക്. അഴിക്കട്ടെ, ഇന്ന് മുണ്ടാട്ടോ, മുണ്ടൊന്നും കയറി പിടിച്ചേക്കരുത്. ഇന്നാണെങ്കിൽ കഷ്ടകാലത്തിനാണെങ്കിൽ ഞാൻ പാൻറ് ഒഴിവാക്കി മുണ്ട് കൊടുത്ത്. ടോമി ഇന്ന് മുണ്ട് കൊടുത്താൽ വന്നേ കേട്ടോ ഞാൻ. കാലം പിടിക്കരുത്, മാറി അങ്ങോട്ട് മാറിക്ക്, നമുക്കിത് കഴിച്ച് കൊണ്ടാവും. കൊണ്ടോട്ടെ ചേട്ടായി. കുറച്ച് കൂടെ സംസാരിക്കട്ടെ എന്നോട്, കുറച്ച് കഥ പറയാനുണ്ട്. വാ വാ, ഇവിടെ വാ, ഇവിടെ വാ. അടി വരും ഞാൻ, അടി വരട്ടെ ഞാൻ, അടി വരട്ടെ ഞാൻ. മാത്രമാണോ അവിടെ വെച്ചേക്കുന്നത്? അവിടെ എന്താ വെച്ചേക്കുന്നത്? അവിടെ എന്താ വെച്ചേക്കുന്നത്? ശരിയാ, എൻ്റെ മോന്ത പോന്ന പോക്ക്. ഉറക്കണ്ട. ഒരു കമ്പി 2 പ്ലാവും കുറ്റിയുണ്ട്, അത് ഊരി പോന്നാൽ ഇങ്ങ് ഓരോ ചെയ്യും. ഞാൻ അതിനേക്കാളും കഷ്ടകാലം ബെൽറ്റ് കേട്ടോ. ബെൽറ്റ് പൊട്ടിച്ചാൽ നേരെ എൻ്റെ മോന്തയിലേക്കായിരിക്കും വരിക. അല്ലേ ടോമി? നമുക്ക് പോവാ, പോവാ നമുക്ക്. ക്ഷയിക്കാനെന്ന് ക്ഷയിക്കാനെന്ന് ക്ഷയിക്കാനാടാ. എന്താണ്? അങ്ങോട്ട് മാറിക്ക്, മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്, മാറിക്കടാ അങ്ങോട്ട്. എടാ മാറിക്കടാ, മാറിക്കടാ, നമ്മൾ മാറിക്കടാ അങ്ങോട്ട്. കണ്ടോ മാറാൻ പറഞ്ഞപ്പോൾ അവൻ്റെ പവർ ഉണ്ടോ? മാറാൻ പറഞ്ഞപ്പോൾ എൻ്റെ പവറല്ലേ? മാറാൻ പറഞ്ഞപ്പോൾ എൻ്റെ പവർ. വഴാലകളായിട്ടോ. നിന്നെ കാണുന്നില്ല എനിക്ക് വന്നേ. ഇച്ചിരി വെട്ടാൻ വിളിച്ചൊക്കെ വരട്ടെ നിനക്ക്. കാണുന്നില്ല എന്നെ. മാറ്, പോവാ നമുക്ക്. മാറ്, അങ്ങോട്ട് മാറിക്കാം, അങ്ങോട്ട് മാറിക്കാം, അങ്ങോട്ട്. അഴിക്കട്ടെ ഞാൻ കേട്ടോ, ആ അഴിക്കട്ടെ കേട്ടോ. ആഴ്ച നമുക്ക് കൊണ്ടുപോകാനുള്ള വയനാട്ടിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ പോയാൻ കേട്ടല്ലോ. വയനാട്ടിലേക്ക് അഴിച്ച് കൊണ്ടുപോകാൻ പോവാ കേട്ടോ. കൊച്ചിനെ കൊണ്ട് നേരെ വയനാട്ടിലേക്ക് നമ്മൾ ഒറ്റപ്പോക്ക് കേട്ടോ. പറഞ്ഞേട്ടോ, അങ്ങോട്ട് മാറിക്ക്, മാറിക്ക്, നാ മാറിക്കണം, അങ്ങോട്ട് അങ്ങോട്ട് മാറിക്ക്, മാറിക്ക്. അഴിക്കട്ടെ, അഴിക്കട്ടെ, മാറി പോവാം. വാ ഓടിച്ചില്ലേ, വേം വാ, മാറ്, മാറിക്ക്, മാറിക്കാ അങ്ങോട്ട്. പോട്ടെ, പോവാ നമുക്ക്. മുഖഭാവം നിൻ്റെ മാറിയാണ്ടല്ലോ, ഒരുമാതിരി സൈക്കോത്തരം കാണിക്കരുത്, കാണിച്ചല്ലോ, സൈക്കോത്തരം കാണിക്കില്ല. അങ്ങോട്ട് മാറിക്ക്. ഷിറച്ചോ. ചേട്ടാ എവിടെ തൊടട്ടെ? ഈ വാലം തൊടട്ടെ, ഈ വാലം തൊടട്ടെ. എടാ വാലം തൊടട്ടാ, എടാ ഈ വാലം തൊടട്ടെ, എടാ ഈ വാലം തൊടട്ടാ. ആ വാലം മാറിക്ക, എടാ മാറിക്ക. അടി വാങ്ങും നീ എൻ്റെ അടുത്ത്, അടി വാങ്ങും നീ എൻ്റെ അടുത്ത് കേട്ടല്ലോ. ഈ ഒരു തന്ത്രപോലെ ഒരു കുറ്റി കെട്ടിയാണ് എനിക്ക് ഒരു 1.5 ചലഞ്ചാണ്. കാരണം നമ്മുടെ അറിയാലോ, ജാക്കി നമ്മളെ കടിച്ചറിയാലോ, ആ കുറ്റി നമ്മൾ കഴിക്കാന്നുള്ള സംഭവമാണ്. ഇവൻ്റെ ബൈറ്റ് സ്പോട്ടും കൈക്കാണ്. നമ്മളെ കൈ കൊടുക്കും കണ്ടില്ലേ, ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആ കയ്യിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ എന്നാ ഈ പറഞ്ഞ പോലെ എന്താ ഇത് തൊട്ട് വയ്ക്കാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ നോക്കണമല്ലോ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ നോക്കണമല്ലോ. നീ മാത്രം കുറച്ചാൽ പോരല്ലോ, ഞാൻ ഇനി ഇച്ചിരി കുറയ്ക്കണ്ടേ? നീ മാത്രം കുറച്ചാൽ പോരല്ലോ, ഞാനും കുറയ്ക്കണ്ടേ? ആ ശരി, എന്താ ഞാൻ നീ മാത്രം കുറച്ചാൽ പോരാ, എനിക്ക് ഇച്ചിരി കുറയ്ക്കണം. എനിക്ക് ഇച്ചിരി ദേഷ്യമുണ്ട്. നിനക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്, നിനക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്, എനിക്കുണ്ട് ദേഷ്യം. ആ കൊച്ചിന് മാത്രമല്ല ദേഷ്യം, ചേട്ടായിക്കും ദേഷ്യം, ചേട്ടായിക്കും ദേഷ്യം. ഈ കയ്യെ മാത്രം നോക്കുന്നേ, കൈക്ക് മാത്രം അടിക്കാൻ പറ്റുള്ളൂ നിനക്ക്. നീ കാലയിലേക്ക് ഇടയ്ക്ക് നോക്കണേ, മനസ്സിലായോ? കാലയിലേക്ക് ഇടയ്ക്ക് നോക്കാം. പറഞ്ഞേട്ടാ പോവാ നമുക്ക്, പോയാലോ നമുക്ക്. ഒറ്റ പോക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, നീ ഇവിടെ അല്ലേ ബൈ ബൈ പറഞ്ഞ് ഒറ്റ പോക്ക് പോവാ. പോവാ നമുക്ക്, പോവാ, പോവല്ലേ, പോവല്ലേ നമുക്ക്.
ഷെയ്ക്കാനൊക്കെ ഇവ ഷെയ്ക്കാനൊക്കെ തരും കേട്ടോ. അച്ഛനോട് കൊടുക്കും. ആ ഷെയ്ക്കാൻ വയ്ക്കുമ്പോൾ കടി കിട്ടുന്നത്. ഒരു ഷെയ്ക്കാനല്ലേ കുഞ്ഞേ? എടാ ഷെയ്ക്കാൻ ആ കൈ കാണിച്ച് കൈ ആ ഷെയ്ക്കാനൊന്ന് ഒരു ഷെയ്ക്കാൻ്റെ ആണോ അടി? ആ ഷെയ്ക്കാനൊന്ന് ഷെയ്ക്കാൻ്റെ ആ നീ അവളെ മാത്രം കൊടുത്താൽ പോരാ. ടോമി ഈ ഒരു ഇത്ര ഏരിയ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യലാണ് കേട്ടോ ഭയങ്കര ഒരു ടാസ്ക്. ഇത്ര ഏരിയ പോയി പാസ് ചെയ്ത് ആ സാധനം അവിടെ നിന്ന് അഴിക്കണം. ഇത് കടി വരിക എന്ന് പറഞ്ഞാൽ മോന്തയ്ക്ക് വരും. അതാണ് നമ്മൾ കുരിഞ്ഞെടുക്കുമ്പോഴാണ് വിഷയം വരുന്നത്. നമുക്ക് കയ്യിലോ കാലിലൊക്കെയാണ് പിന്നെ പൊട്ട നോക്കി. ഇവനങ്ങനെ കൈ മാത്രമല്ല എല്ലായിടത്തും പിടിക്കുന്ന പറഞ്ഞു. എല്ലായിടത്തും പിടിക്കില്ലേ? കൈ മാത്രമല്ലല്ലോ. അവൻ എവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കുനിഞ്ഞു പോയി എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. ചിലപ്പോൾ മോത്തായിരിക്കും ചിലപ്പോൾ കടി വരും. ലീശില്ലല്ലോ ഏട്ടാ? ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ചങ്ങല എന്തെങ്കിലും ഉണ്ടോ വേറെ? ഉയ്യോ ചങ്ങല! ഇത് എത്ര ചങ്ങലാണ് നീ പൊട്ടിച്ചിട്ടേക്കുന്നത്? എത്ര ചങ്ങല നീ പൊട്ടിച്ചിട്ടേക്കുന്നത്? എടാ ഇപ്പോൾ ഒരു വരം ഉണ്ടാവില്ല കൊച്ചി. കണ്ട നമുക്ക് ചങ്ങല കണ്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കണക്കിൽ ലീശ് കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അറ്റേക്ക് പ്രയോഗം നടത്തി നോക്കാം. നടപടി ആയില്ലെങ്കിൽ പേര് ഗോകുലേട്ടൻ്റെ ചലഞ്ച് നമ്മൾ തോൽവി സമ്മതിച്ച് നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷേ നമ്മൾ ഒരു ദിവസം ഇവനെ വന്ന് ഇറങ്ങണം. അല്ലടാ കേട്ടാ? കണ്ട കൈയാണ് ലക്ഷ്യം. കൈ അല്ലേ? കൈയാണ് കൊച്ചിൻ്റെ ലക്ഷ്യം. അവൻ്റെ ടൈമിങ് ഉണ്ടോ? ടൈമിങ് നോക്കി അവന് കയ്യിലേക്ക് തന്നെ കേട്ടോ. എന്ത് കളിച്ചാലും കയ്യിലേക്കായിരുന്നു. ഓക്കെ ഇല്ലടാ എടാ ഇല്ലടാ. കേട്ടോ പവറുണ്ടോ? പവർ ശരിയാക്കാം നിന്നെ കേട്ടോ. സമാധാനം നമുക്ക് എപ്പോഴും നല്ലതാണ്. ടോമിനെ വിളിക്കാൻ തന്നെ ചീറിയായിരുന്നു. അല്ലേ? സമാധാനം നമുക്ക് നിന്നൊന്ന് പറ്റിച്ചിടാൻ പറ്റാൻ പറഞ്ഞ് നടക്കില്ലല്ലോടാ. അതിന് പോലും സമ്മതിക്കുന്നില്ലല്ലോ. അല്ലേ? അതിന് പോലും സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ശരി ഞാൻ ലീശ ഒരു രക്ഷയില്ലല്ലോ ഇവിടെ. ലീശയില്ലല്ലോ ഇവിടെ. തൊട്ടടുത്ത വീട്ടിലും ലീശയില്ലല്ലോ. അല്ല വാങ്ങാനല്ലേ പോകണം. അല്ല ഇവിടെ ആരുടെ ലീശയില്ലല്ലോ. ഇവിടെ ഒരു പട്ടി ആരും വളർത്തുന്നില്ല. ഒരു ഡൂവർഡായി നമുക്ക് നോക്കാനൊരു ലീശ കിട്ടുമായിരുന്നെങ്കിൽ. അതായത് മറ്റേ വള്ളി ഉണ്ടോ ചോദിച്ചാൽ മതി. പട്ടി നടക്കുന്ന വള്ളി വേണ്ട. നമുക്കിത് ഉണ്ടെങ്കിൽ ഒരു ഡൂവർഡായി ചെയ്യാം. എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷയിലാണ്. അവൻ കടിക്കുമല്ലോ നോക്കായിരുന്നു ഇറങ്ങി നടക്കുമായിരുന്നെങ്കിൽ. അവിടെ നിന്ന് പോയി അഴിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നമ്മളെ തീർത്ത് പറയുന്നുണ്ട്. കാരണം നമ്മളവിടെ പോയി മുഖത്ത് കടി വാങ്ങി സാഹസ്യം കാണിക്കുന്നില്ല. കൈ കടിക്കണം പിന്നെ ഒഴിവാക്കുന്നത്. ഇത് മുഖത്തേക്ക് കടിക്കുള്ളൂ. കാരണം എന്തായാലും നമുക്ക് പറന്നു പോയിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ചങ്ങലയിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ കയ്യെ കയറി കടിക്കുള്ളൂ. കൈയുടെ സമാധാനമുണ്ട്. പക്ഷേ അവിടെ പോയി ചങ്ങല എടുക്കാൻ പറഞ്ഞാൽ മുഖത്ത് കടി കിട്ടും. ഈ ലീഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ട്രൈ നോക്കിയിട്ട് എന്താ പറയുക ജസ്റ്റ് അവിടെ നിന്ന് അഴിച്ചു വിട്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് തൊട്ടടുത്തേ ലീഷ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവനിപ്പോൾ നമ്മളൊന്ന് മറ്റൊരാൾ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞു ഇതുവരെയായിട്ട്. അപ്പം നമ്മൾ ആ ലീഷ് കഴുത്തെ കയറിയിട്ട് നമ്മൾ ആ ചങ്ങല എങ്ങനെയെങ്കിലും നമ്മൾ ഉരുവിടും. എന്നിട്ട് അവനെയും കൊണ്ട് നമ്മൾ നടത്തും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്. അതും വർക്കൗട്ടാവും നോക്കും. എന്തായാലും ആ ലീഷ് കൈ കിട്ടിയാൽ നമ്മൾ നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കടിക്കുന്ന പറ്റിയാണ് ആ സ്പോട്ട് നമ്മളെ കടിക്കും കേട്ടോ. ഇവിടുന്ന് ലീഷിൽ നിന്ന് ഊരിയാലും തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു ട്രൈ വേണ്ടി കുറച്ച് ലീഷ് കിട്ടുമെന്ന് നോക്കട്ടെ. ഈ സാധനം അവന് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. നമ്മളിങ്ങനെ കാണിച്ചിട്ടും കാര്യമില്ല. അവൻ ആ ഒരു അപ്പോൾ അത് നടത്തുവാണെങ്കിൽ നമ്മൾ നടക്കും. അപ്പോൾ അതിന് 2 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ട്. അല്ല ഈ ഇഞ്ചക്ഷൻ എത്ര കിട്ടി? മുറിവിലും കിട്ടിയോ? മുറിവ് കാണിച്ചു കേട്ടോ. എൻ്റെ മാറിപ്പോയിട്ട് എൻ്റെ ഈ കാണുന്നതായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നത് കേട്ടോ ഇതായിരുന്നു. ചേട്ടൻ്റെ 2 3 4 ഇതായിരുന്നു കടി. ആദ്യം കാലം കിട്ടിയ ഏത് വിടിയിച്ചപ്പോഴോ? എന്താ എങ്ങനെ സംഭവിച്ചത് കടി? ഞാൻ ഇവിടെ വെച്ച് എന്റെ ഫ്രണ്ട് മനു എന്ന ടൈമില് പൊട്ടിച്ച് നിൽക്കുകയാണ്. ചങ്ങല പൊട്ടിച്ചിരിക്കുക. ഞാൻ ഒരു കേബിളിൽ ഇതേപോലെ ലീഷറിനാണ് ഞാൻ പിടിപിടി. എന്നിട്ട് വലിച്ചതിന്റെ കൂടെ വാലാട്ടി വരെ
വീടിനകത്ത് കയറി ഫസ്റ്റ് ബൈറ്റ് കയ്യിൽ ഇങ്ങനെ ഇടത്തേക്ക് വെച്ച് പിടിക്കാൻ പോയി ഞാൻ ഇങ്ങനെ വീഴാൻ പോയത് രണ്ടാമത്തെ കടി അതും കൂടെ ആയപ്പോ തീർന്നു. പിന്നെ അപ്പു എന്ന് പറഞ്ഞൊരു പയ്യനാ GP വന്ന പയ്യനെ GT വരെയായിരുന്നു അടിക്കാൻ ഓട്ടിച്ച് ഞാൻ കയറി അടിക്കാൻ പിടിച്ചു. പിന്നെ ഇത് മൊത്തം ഇവിടെ നോട്ടം വരും. പിന്നെ നാട്ടിൽ ആർക്കും സമാധാനം ഇല്ല. 7:30 വീട്ടിൽ കയറി അവസ്ഥയായിരുന്നു. സമാധാനം അന്തരീക്ഷം കളഞ്ഞു. അല്ല ഇത് നമ്മള് ഇതിട്ട് നടത്തുമ്പോഴാണ് കടി കിട്ടിയത്. അപ്പൊ പറഞ്ഞ കേട്ടോ, ഞാനിപ്പോ ഈ പരിപാടി പറഞ്ഞില്ലേ ഈ ലീഷിന്റെ കേസ്. അപ്പൊ ലീഷിട്ട് നടത്താൻ നേരത്താണ് ഗോകുലേട്ടന് കടി കിട്ടിയെന്ന് കേട്ടോ. ഇതെന്താ സാധനം എന്നറിയോ? നീ ഗോകുലേട്ടനെ കടി സാധനം ഇല്ലേ, ആ സാധനം ഇത് ലീഷ്. എടാ ഇത് ഗോകുലേട്ടനെ കടിച്ച അതേ സാധനം ലീഷ്. നീ ലീഷ് കൊണ്ട് നടന്നാലും നീ കടിക്കുന്നുള്ള കാര്യമൊക്കെ ഇവിടെ അറിഞ്ഞിട്ടോ. അപ്പോൾ ലീഷ് കൊണ്ട് നടന്നാലും ആൾ കടിക്കും കേട്ടോ. അപ്പം നമ്മളൊരു ട്രയൽ മാത്രം നോക്കുന്നുള്ളൂ. ഓവർ നമ്മൾ സാഹസത്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഒരു കടി 1-2 കടിയിൽ പിന്നെ പിടിച്ചു മാറ്റാണ്. ഇപ്പോൾ ഗോകുലേട്ടൻ വന്ന് കടി കിട്ടിയോണ്ട് ഗോകുലേട്ടന് പേടി മാറുന്ന വന്നു. അതെ ഇല്ല, ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണ്ടല്ലോ. ഇഞ്ചക്ഷൻ എടുക്കണ്ട അതിന്. നമുക്ക് നോക്കാം. നമ്മൾ ട്രയൽ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അല്ലേ ബാ. കണ്ട, ഇത് കയറിയിട്ടൊന്നും കാര്യമില്ല. വാ പോയാലോ നമുക്ക്. പോടാ. ഇല്ല, ഞാൻ ബലം പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ ബലം പിടിച്ചില്ലല്ലോ അതിന്. ഞാൻ ബലം പിടിച്ചോ അതിന്? എടാ ഞാൻ ബലം പിടിച്ചില്ലല്ലോ. ഇതൊക്കെ മുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കട്ടാക്കും കേട്ടോ. ഇനി കടി കിട്ടിയാലും ഞങ്ങൾ ആ വീഡിയോ കട്ടാക്കുന്നതായിരിക്കും. പിന്നെ വേറെ ആരൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫോണിൽ നിന്ന് ഞങ്ങൾ ആ സാധനം എടുക്കാം. വാ. ഇതൊന്ന് ചേട്ടങ്ങി വിളിച്ചാൽ മതി. ഞാൻ ഈ സാധനം അവിടെ നിന്ന് മറ്റപ്പഴ അഴിക്കാം. വിടില്ല. ഞാൻ പൊക്കി വെക്കട്ടെ കേട്ടാ. ഇപ്പം നമ്മൾ കമ്പ് കൊണ്ട് പിടിച്ചാലും ഇല്ല, അവനെ അത്ര ടൈറ്റ് ആക്കണ്ട. ഇങ്ങോട്ടെ ഇങ്ങനെ. ഇല്ല കൊച്ചു പഠിച്ചോ? ടൈറ്റ് ആക്കണ്ട ചേട്ടാ. ബാ. അത് കഴിഞ്ഞടാ. അവിടെ നിന്ന് അങ്ങനെ ഊരിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് പിടിക്കുമോ? അവനെ ഇതാക്കണ്ട, ഇറിറ്റേറ്റ് ചെയ്യണ്ട. ഒന്ന് സോഫ്റ്റാക്കി പിടിച്ചാൽ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് അഴിച്ചൊന്ന് പൊക്കി വെച്ചിട്ട് ചിലപ്പോൾ കഴുത്തേക്കൂടെ ഊരി വരായിരിക്കും. ടോമിയെ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ ടോമി? അല്ലേ കൊച്ചിനെ കൊണ്ടാ എന്തൊക്കെ കഷ്ടപ്പാടാ. ബാ നന്ദി. ബാടാ കേട്ടോ. കമ്പറ വാ. ശരിയാക്ക തന്നെ കേട്ടോ. ഇത് അഴിക്കട്ടെ ചേട്ടായി. ഇന്ന് അടുത്ത് പിടിച്ചാൽ അങ്ങോട്ട് എടുക്കാവോ? അങ്ങോട്ട് വാ. ഇങ്ങനെ പിടിച്ചേ. അങ്ങനെ ഒരു പൂരായിരിക്കും അല്ലേ? ലൂസാകല്ലോ കേട്ടെ. ഇവിടെ പിടിച്ചാൽ മതി. ഈ സൈഡ് പിടിച്ചാൽ ഇത് അഴിക്കാട്ടാ. ചേട്ടാ ഇത് കൊണ്ടോട്ടെ തന്നെ. ഇല്ല ഇനി നമുക്ക് എന്താ പരിപാടി എന്നറിയാം? ടോണി, ഇനി നമുക്ക് ഇവരെല്ലാവരും പോയി കടിക്കണം. പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്കൊരുള്ള ഡു ഓർ ഡൈ ആണ്. കടിച്ചാലും ഗോകുലേട്ടൻ വന്ന് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുള്ള നമ്മളെ കയ്യിൽ നമ്മൾ വിടുന്നില്ല. മാക്സിമം നമ്മൾ കടി കൊണ്ട് തീരുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവന്നില്ല. പിന്നെ ഇതൊരു ചലഞ്ചാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഗോകുലേട്ടൻ ഇതിനെ കൊണ്ടുനടന്നപ്പോൾ അല്ല നമ്മൾ കൊണ്ടുനടന്നപ്പോൾ കടി കിട്ടിയത്. ഇതുപോലെ തന്നെ ലീഷിൽ ഇദ്ദേഹം പുള്ളി കൊണ്ടുനടന്നപ്പോഴാണ് ഡോഗ് കടിച്ചത്. അപ്പോൾ കൊണ്ടുനടന്നാലും ഇവൻ കടിക്കും. കടി മസ്റ്റാണ്. ഇനി ഒരു പിടുത്തം പിടിക്കണമെങ്കിലൊക്കെ ആണെങ്കിലും അപ്പം അങ്ങനെയാണ് അവസ്ഥ. പോവാ നമുക്ക്. പോവാ. നേരെ പോ, നടക്ക്. അങ്ങോട്ടാണോ പോകുന്നത് നീ? ഇങ്ങോട്ട് വാ. കൊണ്ടുവരാം. അങ്ങനെ പിടിക്കും. ആള് ഇച്ചിരി ചെറുതാൻ വേണ്ട കേട്ടോ. ആള് മരകാണ്. എങ്ങോട്ടാ പോന്നാ നീ?
ഇല്ല, അവിടെ നടന്നോ, ഞാൻ അടുത്തേക്ക് അങ്ങനെ പിടിച്ചോളാം. ടോണി ആള് വേറെ ലെവലാട്ടോ. എപ്പോഴും ബൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ ആക്കി പിടിച്ചത് കേട്ടോ. അങ്ങനെ ബൈറ്റ് ചെയ്യണം, ബൈറ്റ് ചെയ്യാം. നമ്മുടെ അടുത്തേക്ക് വരാം. ബാ അങ്ങോട്ട് പോവാം. അവിടെ നമുക്ക് ഒരിക്കലും അഴിക്കാൻ പറ്റില്ല കേട്ടോ കോയിലേട്ടാ. അവിടെ നമുക്കേ അവിടെ നമുക്ക് കൈ കൊണ്ട് അഴിക്കാൻ പറ്റില്ല കേട്ടോ. ആ തോൽവി ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ. കാരണം നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും പോയിട്ട് ഇങ്ങനെ ഡോഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് മുഖം കുനിച്ച് പോയിട്ട് അഴിക്കാൻ പറ്റില്ല, നിങ്ങൾ കണ്ടാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും അഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വിളിച്ചാൽ മതിയല്ലോ അല്ലേ. പോരെ വാ പൊക്കോ. ബാ ഇങ്ങോട്ട് വാ. അപ്പോഴേ ഞാൻ പറഞ്ഞെന്താ അറിയോ, അവിടെ പോയിട്ട് ആ കുറ്റിയെ പോയിട്ട് ഡോഗിനെ അഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഗോകുലേൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അവസരം കൊടുക്കാം കേട്ടോ നമുക്ക് ആർക്കെങ്കിലും. ഇപ്പം നമ്മൾ ചെയ്തപോലെ അല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ആൾക്കാർ പറയും, നിങ്ങൾക്ക് ആ കുറ്റിയിൽ പോയിട്ട് ഇങ്ങനെ അഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കുറ്റിയിൽ നിന്ന് അഴിക്കാൻ പറ്റില്ല, മുഖത്ത് നമുക്ക് ബൈറ്റ് വരും, അതുകൊണ്ട് എനിക്ക് ആ കുറ്റിയിൽ അഴിക്കാൻ പറ്റില്ല. അവനിപ്പോൾ കടിക്കാൻ എൻ്റെ കാലം ചൂടിലോട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുണ്ട് അത് നമ്മൾ സാഹസികമായിട്ട് നടത്തേണ്ടി വരും. അതായത് ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ടേ മറ്റപ്പോൾ നടക്കില്ല കേട്ടോ. അതിൽ നിങ്ങളുടെ ചലഞ്ച് എല്ലാവരെയും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എനിക്കൊരിക്കലും അവിടെ പോയിട്ട് കയ്യിൽ നിന്ന് അഴിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ആ ജാക്കി നമ്മളെ കടിച്ചല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരിക്കലും അവിടെ പോയിട്ട് ആ ഒരു പോസ്റ്റിൽ നിന്ന് ഡോഗിനെ അഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനെ അതുപോലെ തന്നെ ആ പോസ്റ്റിൽ നമുക്ക് ഒരിക്കലും പോയിട്ട് അത് മുഖത്തേക്ക് കടി വരും. കയ്യിൽ മാത്രം കടിയാൽ നമുക്ക് പോട്ടെ നോക്കാം. കടി നമുക്കൊരു വിഷയമുള്ള കേസല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. വാ മറ്റേ ആനയൊക്കെ മറ്റേ മതം പൊട്ടി പോകുന്നവരുണ്ടല്ലോ, അല്ലേ? ആര് ടെറർ കേട്ടോ, ആരൊക്കെ ടെറർ. എനിക്കെന്നാൽ ജാക്കിക്ക് ശേഷം ജാക്കിനെ പോലെ തന്നെ ഒരു ഡോഗിനെ കണ്ടത് ഇപ്പോഴാട്ടോ. ജാക്കിക്ക് ശേഷം ജാക്കിനെ പോലെ തന്നെ ഒരു ഡോഗ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബൈറ്റ് ഫോൾസ് ഉണ്ട്. ചേട്ടൻ്റെ കൈയൊക്കെ കണ്ടല്ലേ. ആ പിക്ക് നിൽക്കുന്ന അയച്ചേരണേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കടി കിട്ടിയതിന് സീൻ കാണിച്ചു തരാം. നല്ല ആഴത്തിൽ മുറിവുണ്ട്. ഇപ്പം ഞാൻ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവനെ ഒരിക്കലും ഹോൾഡ് ചെയ്ത് തൂക്കി പിടിച്ചിട്ടില്ല. ആക്കെ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാം. ഞാൻ ഫ്രീ ആക്കി പിടിച്ചത് കേട്ടോ. ആണല്ലേ? ഓ ശരി. ചെറിയ വട്ടിയാവണ്ടല്ലോ, കടി എന്ന് പറഞ്ഞിട്ടല്ലോ. വേദന എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉറങ്ങിയില്ല അവൻ? ആണോ? കടിക്ക് നല്ല അപ്പോഴേ നിങ്ങളൊക്കെ വണ്ടി പിടിക്കുന്നതല്ലേ? എൻ്റെ ആ കടിയുടെ വേദന ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് 340 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഈ 2 വിരലും ഡ്രൈവ് ചെയ്തു. ഈ വിരലും ഇപ്പുറത്തെ ഈ വിരലും ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇരിക്കുക, ഒരു കൈ കൊണ്ട് ഗിയർ മാറ്റുക. ആ ഒരു അവസ്ഥയായിരുന്നു. ഏറ്റവും വലിയ വേദന കേട്ടോ ഈ ആനിമൽ ബൈറ്റ്. നമ്മൾ കടിക്കുമ്പോഴല്ല, കടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊരു വേദന ഉണ്ട്. അതാണ് വേദന. അത് സഹിക്കണം നമ്മൾ. അപ്പോൾ ഇവനെ തിരിച്ച് കെട്ടാന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഗോകുലേട്ടിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കും. ഗോകുലേട്ടൻ പിടിച്ചിട്ട് മറ്റേപ്പാടെ കെട്ടൽ നടക്കുള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ആ തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അവിടെ പോയിട്ട് അഴിക്കൽ നടക്കൂല. വാ പോവാ. വാ ഇങ്ങോട്ടോ ചെല്ലേ. ഇവിടെ അവൻ ടെറർ കേട്ടോ. ഇവൻ ടെറർ തന്നെയാണ്. ഇനി ടാസ്ക് എന്ന് പറഞ്ഞാൽ ചങ്ങല കെട്ടലാട്ടോ. അതൊരു ടാസ്ക് തന്നെയാണ്. അതിപ്പോൾ ഗോകുലായിട്ടാണ് കൂടണം. ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല, ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. ഒരു ആറ്റം ബോംബ് കേട്ടോ. ചെറിയ ബോംബല്ല. ആ കടി കിട്ടിയവർക്കേ ഇവൻ്റെ കടി കിട്ടിയവർക്കേ ആ ഫീൽ മനസ്സിലാവുള്ളൂ. ഗോകുലേട്ടന് അറിയാം ഇപ്പോൾ ഗോകുലേട്ടൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു അല്ലേ? ആ കടി കിട്ടിയപ്പോൾ ആണല്ലേ? ചാടി കടിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഗോകുലേട്ടാ ഈ ചങ്ങല ഇങ്ങ് എടുത്ത് ഒരു ഇതിൽ ആ കമ്പിൽ ഇങ്ങ് എടുത്താലും മതി. ഇല്ല അങ്ങോട്ട് വരില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ ചങ്ങല മാത്രം കൊളുത്ത് മാത്രം എടുത്താൽ
ഇനി ഒരു കാര്യം ചെയ്യാം, ഗോകുലേട്ടനെ ഇതിൽ പിടിച്ചാൽ മതി. ആ അല്ല, ലീശിൽ അപ്പുറം ഇത് ഞാൻ പിടിച്ച ഒരു കുറുക്കി പിടിച്ച എന്നാ വേണ്ട, ഞാൻ തന്നെ ഇടാം. നടക്ക, ഇങ്ങോട്ട് കയറിക്ക്, കയറിക്കളാ. ഓ, അത് മറ്റേലായിപ്പോ അല്ലേ? ഇല്ല, ടൈറ്റാക്കിയിട്ടില്ല. അതിൻ്റെ കൊച്ചിന് ടൈറ്റായോ? ടൈറ്റാക്കിയിട്ടില്ല കേട്ടോ. ലൂസാക്കി കമ്പിയിലിട്ടാലോ? ഇതിനുള്ളിൽ കയറുന്നത് അകത്തണം. അത് മേലേക്ക് നമ്മൾ അകത്തിയെടുക്കും ഇത്. ആ അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇട്ടിട്ട് നമുക്ക് ഓക്കെ, ഞാൻ ഇതിലിട്ടിട്ട് നമുക്ക് ഇനി ഗോകുലേട്ടൻ കയ്യിൽ പിടിച്ചാൽ മതി, ഞാൻ ഇട്ടുതരാം. ഫ്രീ ആക്കി പിടിച്ചാൽ കേട്ടോ. ഒന്ന് നമുക്ക് കൂളാട്ടെ ഒരു മിനിറ്റ് വിട്ടെ. കൊച്ചേ, എടാ എന്താണ്, ടൈറ്റായോ? ഇല്ല, ലൂസാണല്ലോ. പിടിച്ചത് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അത് ലൂസാക്കട്ടെ. ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഊരിൽ ഭയങ്കര സീനാട്ടോ, ടാസ്ക്കാണ്. അല്ല ഇത് നല്ല കേട്ടോ, ഇങ്ങനെ അടിച്ചു വെച്ച്, അല്ലേ ഇവന് ഊരിപ്പോരും അല്ലേ? ഇത് വരിക്കാം. കുറച്ച് എന്നോടൊരു മനസ്സമാനം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നേരത്തെ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, കൈ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നെ അവൻ ചുമ്മാ ചാർജ് ചെയ്ത് കൈയൊക്കെ പിടിക്കും. എന്തോ ഒരു ചെറിയൊരു ഞങ്ങൾ കൈയൊക്കെ ഏകദേശം അടുത്താട്ടോ. നേരത്തെ നമ്മൾ നിന്നേക്കാളും കുറച്ച് അങ്ങനൊരു മനസ്സമാനത്തിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് വന്നൊരു നമ്മുടെ ജാക്കീൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് ഇതുപോലെ ടെറർ വന്നു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് നമ്മളൊരു ഡോഗ് അർജന്റീനാണ് കണ്ടായിരുന്നു. അത് കടി ഉറപ്പായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അത് നമുക്ക് അഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, കൂട്ടിലായതുകൊണ്ട്. കൂടെ ഇറങ്ങിയിട്ടാണല്ലോ. ഇപ്പോൾ നമ്മളെ പ്രേക്ഷകർ എപ്പോഴും പറയും, നമ്മളോട് ചോദിക്കലുണ്ടേ, ഈ കൂട്ടി കിടക്കുന്ന പട്ടിക്ക് അല്ല സെപ്പറേറ്റ് മാത്രമല്ല, കൂട്ടി കിടക്കുന്ന പട്ടിക്ക് പുറത്തേക്ക് ഒരാളെ ഇൻട്രസ്റ്റ് കാരണം അവർ കൂടെ വരും എന്ന് പറയും. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവനെ ഗോകുൽ കൊണ്ടുപോകുമ്പോഴാണല്ലോ കടിച്ച്. അപ്പോൾ ഇവൻ അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല. ഇവനെ പുറത്തിറങ്ങിയാലും ശരി, ആരെ വേണം കടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ പട്ടിക്കാണെങ്കിലും പുറത്തിറങ്ങാൻ താല്പര്യമുള്ള പട്ടിയാണെങ്കിൽ നമ്മൾ ആ ചങ്ങല പിടിക്കാൻ പോയപ്പോൾ തന്നെ ഓൾറെഡി അല്ലെങ്കിൽ ഒരു ചെയിൻ എടുക്കുമ്പോൾ തന്നെ ഡോഗ് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കും, അവന് പുറത്ത് പോകാൻ. പക്ഷേ അവൻ കണ്ടില്ല, ചങ്ങലയ്ക്ക് വരെ ബൈറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളത് ഗോകുലേട്ടൻ്റെ സഹായത്തോടെ നമ്മൾ ആ കാര്യം ചെയ്തു. എന്തായാലും ഭയങ്കര ചലഞ്ച് വന്നതിന് ഒരുപാട് നന്ദി. ഞാൻ പ്രതീക്ഷയാണ് കടി ഇവിടെ നിന്നല്ല, ഞാൻ അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷ എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഒക്കെ തിരിഞ്ഞ് ഞാൻ കടിക്കും, ഉറപ്പായിരുന്നു. നമ്മൾ കടി പ്രതീക്ഷയാണ്. പിന്നെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ആകെ തയ്യാൻ തരാം, ഗോകുലിന് കടി കിട്ടിയതുകൊണ്ട്, ഗോകുലിന് ആ ഒരു കടി കിട്ടിയെന്നുള്ള സാധനം ഇത്രത്തോളം കിട്ടിയെന്നുള്ള സംഭവം മൈൻഡിലുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് 2 കടി കിട്ടിയാലും വന്ന് പിടിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പോരെ, പിന്നെ എവിടെയാ കടി പ്രതീക്ഷ? എനിക്ക് ഉദ്ദേശം കയ്യിൽ പിന്നെ ഒരു കാലിലും കൂടെ പ്രതീക്ഷ ഈ നടത്തിയപ്പം. അതായത് നമ്മളാ ഇനിയിപ്പോൾ ഞാൻ തുറന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്ന് എനിക്ക് അഴിക്കാൻ പറ്റിയില്ല, ഓക്കെ. രണ്ടാമത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞാൽ ഇല്ലല്ലോ. അതെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞത്, ഞാൻ ഓൾറെഡി തോൽവി ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചായിരുന്നു. അവിടുന്ന് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. അത് കയ്യിൽ മാത്രമല്ല, മുഖത്ത് കയറി കടിക്കും. ഇവർക്ക് എല്ലാവർക്കും അറിയാതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ഇതിൽ ഗോകുൽ വന്നതിൽ ഒരു കാര്യത്തിൽ തോൽവി സമ്മതിച്ചു, മറ്റൊരു കാര്യത്തിൽ മാത്രമേ നമുക്ക് വിജയിച്ചുള്ളൂ, കൊണ്ട് നടത്താൻ പറ്റി. കാരണം ഗോകുൽ നടത്തിയപ്പോഴാണ് കടി കിട്ടിയത് അല്ലേ. ഗോകുലിൻ്റെ ഡോഗാണ്. ഗോകുൽ നടത്തുമ്പോൾ ഇവിടെ വെച്ചാൽ കിട്ടിയേ, ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ജാക്കി എന്നെ കടിച്ചില്ലേ, അത് ഒരു സെക്കൻഡ് തികച്ചില്ല. 0.9 മില്ലി സെക്കൻഡിലാണ് അത്രയും കടി വന്നത്. അപ്പൊ മനുവിനെ എനിക്ക് 2-3 സെക്കൻഡിൽ കടിച്ച് കുടഞ്ഞല്ലേ. ടെററാണ് ടെറർ. അപ്പൊ അത്രയാണ് കാര്യം.
കടിക്കുകയും ചെയ്യും. അല്ല നമ്മൾ ചെയ്ത 90% എല്ലാവരും പറയും കുറയ്ക്കുന്നോട്ട് കടിക്കില്ല, പക്ഷെ ആ പട്ടിയും കടിക്കുന്നുണ്ടല്ലോ. ഓൾറെഡി ഇപ്പം നമ്മൾ ചെയ്ത എല്ലാത്തിലും ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ബൈ ചാൻസ് ആവാൻ നമ്മളവിടെ ചെന്ന് ആ ചങ്ങല അഴിച്ചിറക്കി വന്ന് വിചാരിക്കുക. ഏത് നമ്മൾ ചെന്നപ്പോൾ ഇപ്പോൾ ഇറങ്ങി വന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് അഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോഴും പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കാണുമ്പോൾ എന്താ ആ പട്ടി കടിക്കുന്ന പട്ടിയല്ലാന്ന് വിചാരിക്കുള്ളൂ. ശരിയല്ലേ? നമുക്ക് അറിയത്തുള്ളൂ ആ പട്ടി കടിക്കുന്നതാണ്, എങ്ങനെയാണെങ്കിൽ കടിക്കും. ഇനിയിപ്പം ദൈവം സഹായിച്ച് ഇപ്പം നമ്മളവിടെ പോയി നേരത്തെ ആ ലീഷ് നമ്മളിപ്പോൾ ഇങ്ങനെ 2 പേര് വിട്ടുപിടിച്ചല്ലോ, അത് പിടിക്കാതെ തന്നെ അവൻ ആ ചങ്ങല എനിക്ക് അഴിക്കാൻ സമ്മതിച്ചു എന്ന് വിചാരിക്കുക. സാധാരണ ഞാൻ ചില വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അഴിച്ചു പോന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക, വീഡിയോ കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, അതും മാത്രമല്ല പിന്നെ ഈ പട്ടി കടിക്കുന്നില്ല, ചുമ്മാ ഒരു തള്ളിയെന്ന് പറയുള്ളൂ. പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ളൂ ഈ പട്ടി കടിക്കുന്നതാണ്. അപ്പോൾ ഓരോ സമയത്ത് ഡിപ്പെൻഡ് ആ ഒരു സാഹചര്യങ്ങൾ ആണല്ലേ. കടിച്ചിട്ട് നിങ്ങൾ കളയൊന്നുമില്ല അതൊരു പോയിന്റ് കേട്ടോ. ഇവരുടെ എല്ലാവരും കൂടുതലായിട്ട് കടിച്ചാണ്. എന്നാലും ജാക്കിനെ അല്ല ഇവനെ ടോമിനെ അവർ ഇത് നോക്കുന്നുണ്ട്. ഇപ്പം 5 വയസ്സല്ലേ, ഒരു 5-8 വയസ്സ് വരെ ഇവർക്ക് നോർമൽ ഐസൊക്കെ വരുള്ളൂ. അപ്പോൾ ആ തൽക്കാലം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോട്ടെ. എന്തായാലും ഇപ്പോൾ അങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും നമ്മൾ തുറന്നു വിടാനോ അല്ലെങ്കിൽ പറ്റില്ല. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഇനി എപ്പോഴെങ്കിലും സാഹചര്യം വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെയിൻ ലോക്കിൽ ഇട്ടിട്ട് ഒരു കൂട് ചെയ്തിട്ടേ ശരിക്കും പറഞ്ഞാൽ കൂടിൻ്റെ അത്ര പൈസ ആകില്ല. മറ്റേ സംഭവം ഇല്ലേ, നമ്മുടെ ഒരു റോള് മെഷ് വാങ്ങാം, 5000 രൂപ മെഷീനുള്ളൂ. 4 കമ്പിയും കൊടുത്തിട്ട് ഒരു ഇത്ര ഏരിയ അവന് കൂട് പോലെ അങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ പിന്നെ ഇതിന് അഴിച്ചിടാനുള്ള അതിൽ തന്നെ വെൽഡ് ചെയ്യാമല്ലോ, പാത്രം വെക്കാനുള്ള സാധനം ഡോറിൽ. എന്നിട്ട് ആ പഴയ കൂടില്ലേ ജസ്റ്റ് അവർ എന്തെങ്കിലും വെച്ചാൽ മതി അവന് കയറി കിടക്കാനുള്ള. ഒരു തട്ട് വെച്ചിട്ട് അതിന് മേലെ ഒരു ടിൻ ഷീറ്റ് കൊണ്ട് വെച്ച് കൊടുത്താൽ ഒരു തട്ട് വെറുതെ അടിക്കുക, അതിന് മേലെ ടിൻ ഷീറ്റ് അടിക്കുക, ബാക്കി മൊത്തം ഈ മെഷീൻ കൊടുക്കുക. അപ്പോൾ ഒരു 10-15,000 രൂപ ഒരു കൂടെ അടിക്കാൻ ആ പൈസയ്ക്ക് സംഭവം തീരും. അപ്പോൾ അവൻ അതിലെ കടന്നോളൂ, അവന് ആവശ്യം വരുമ്പോൾ കയറുന്നോളൂ. അതാ ഏറ്റവും സുഖം. അതാ വാഴ നിൽക്കുന്ന സ്ഥലമില്ല ഈ ഭാഗത്ത് ചെയ്താൽ മതി. ഒരു 5 അടിക്ക് മേലെ ഇങ്ങനെ ഹൈറ്റിൽ വെച്ചാൽ മതി. അതൊരു എനിക്ക് തോന്നുന്നൊരു 10-15,000 രൂപയ്ക്ക് തീരും. മറ്റേ കൂടെ ഉണ്ടാക്കുന്നത് 15,000 രൂപയാവും. അത് ഏറ്റവും. അപ്പോൾ അവന് അതിൽ നടന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ബൈ കൊടുത്തേക്ക്. എടാ നീ കടി പ്രതീക്ഷയാടാ? ആരൊക്കെ കടി പ്രതീക്ഷ ആള്? നീ പ്രതീക്ഷിച്ച് ഇത് നമ്മുടെ ചേച്ചിക്കാണ് അടി കിട്ടി, ഇവൻ്റെ അമ്മയ്ക്കാണ് അടി കിട്ടിയേ. അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കടി കാണാൻ വന്നല്ലേ? നീ കടി കാണാൻ വന്നാണോ? നിന്നെ കൊണ്ട് ഇന്ന് കടുപ്പിക്കാനാണ് എടുത്തത്. പ്രേക്ഷകർ പറയും ആ പട്ടിക്കുഞ്ഞിന് ഇച്ചിരി വെള്ളം കൊടുക്കുന്ന പറയും. അവിടെ നിങ്ങൾക്ക് ബക്കറ്റിൽ തന്നെ വെള്ളം തന്നാ കേട്ടോ. നമ്മളെല്ലാ മിക്ക വീഡിയോ കഴിയുമ്പോഴേ അതിന് വെള്ളം കൊടുക്കുന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ വീഡിയോയുടെ ഇപ്പം എനിക്ക് നമ്മുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ലെങ്ത് ആയിരുന്നത്. ഒരു ഏകദേശം ഒരു 55 മിനിറ്റോളം ടോട്ടൽ ലെങ്ത് ഉണ്ട്. സാധാരണ അങ്ങനെയല്ല, സാധാരണ നമുക്ക് ടോട്ടൽ വരിക എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് താഴെ ഇൻട്രോ അടക്കം നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പ് ഇട്ടില്ലേ, അതെല്ലാം അടക്കം 25 മിനിറ്റ് വരുള്ളൂ. പറയാം നമ്മൾ ലീഷ് എടുക്കാൻ അങ്ങോട്ട് പോയത് എല്ലായിട്ട് ഇവരെല്ലാം കണ്ടാണ് കേട്ടോ. ഇവിടെ വേറെ സംഭവം നടന്നിട്ടൊന്നുമില്ല, എല്ലാം ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും കണ്ടാൽ എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യം. അപ്പം വേറെ അവന് ഒരുപാട് നമ്മൾ ടോർച്ചർ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ കുറച്ച് നേരം അവിടെ കൊണ്ടുനടന്ന് തിരിച്ചുകൂടെ കൊണ്ട് കെട്ടി വെള്ളം കൊടുത്ത് ഇത്രയുള്ള പരിപാടി. ടാറ്റാ, കുറച്ച് നേരം വെള്ളം കുടിക്കേ. നമുക്കിനി ആരെങ്കിലും വരുമോ നോക്കാം. നിന്നെ ഇവിടുന്ന് കുറ്റിന്ന് അഴിക്കാനുള്ളത് അല്ലേ? പിന്നെ അതൊരു ചലഞ്ച് പറഞ്ഞേക്കാണ്. ഇതിനെ കുറ്റിന്ന് അവക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പൂർണ്ണ സമ്മതത്തോടെ വരാം, അവക്കണം. പക്ഷെ അതായത് ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിട്ടല്ല, അതിന്റെ അടുത്ത് പോയി അവക്കണം, ചങ്ങലയെന്ന് എടുക്കണം, വേറെ ഒന്നും ഇടാതെ പോയി അഴിക്കുക. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ തീർത്ത വീഡിയോയിൽ 2 വട്ടം പറഞ്ഞു, 2 4 5 8 10 ഉണ്ട്. ഇവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്കൂളായിട്ട് പോയിട്ട് ആ ഡോഗിനെ അവിടുന്ന് അഴിച്ചിങ് നമ്മൾ ആ റിസ്ക് എടുക്കാനും കൊടുത്ത റിസ്ക് അല്ല ബ്രോയ്ക്ക്, എങ്കിലും പറഞ്ഞത് ഒരു മുഖത്ത് കടി ഉറപ്പാണ്. ഓക്കെ.